സിന്ധുമോൾ ബി ജെ പിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് സിന്ധുമോൾ, ഈ തരൂരിനെതിരെ ഗുരുതര ആരോപണം സുപ്രീം കോടതി അഭിഭാഷകൻ ജയാനന്ദ് എഹ്റായി മുന്നോട്ട് വെച്ച സാഹചര്യം ഇത്രയും നാൾ ഈ സംഭവം മൂടിവെക്കുകയായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ കരൺ ഥാപ്പർ കൂടി അതിന് മുൻകൈയെടുത്തു എന്നാണ് ജയാനന്ദ് എഹ്റായി പറയുന്നത്. പക്ഷേ തരൂരിനോട് ജനം ടി വി ഈ വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ തരൂർ പറഞ്ഞ തെളിവുകളുമായി ആ സ്ത്രീ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. ഇലക്ഷൻ ഇനി 10 ദിവസം മാത്രമല്ലേ ഉള്ളൂ. അതൊരു ഇലക്ഷൻ പ്രൊപ്പഗാണ്ടയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. പക്ഷേ പൊതുവിൽ ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണും? ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം. ഈ വിഷയം വളരെ മുന്നേ ശശി തരൂരിനെതിരെ ഉണ്ടായ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ മുന്നേ തന്നെ ഇത്തരം ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പോൾ അവിടെയെല്ലാം ഏത് ആരോപണം വരുന്നോ അതിനെയെല്ലാം വളരെ തന്ത്രപരമായി നേരിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ എന്നുള്ളത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സുനന്ദ പുഷ്കറിന്റെ മരണം തൊട്ടിങ്ങോട്ട് ഒരുപാട് വിവാദങ്ങളിൽ പെടേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ എന്നുള്ളത് നമ്മുടെ സമൂഹം മറന്നിട്ടുണ്ടാകാൻ വഴിയില്ല. അവിടെയൊക്കെ അദ്ദേഹം സത്യത്തില് ഈ ആരോപണങ്ങളെയെല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ നേരിട്ട് രക്ഷപ്പെട്ടു പോരുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ മീറ്റു ആരോപണം ഇപ്പോൾ വീണ്ടും വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വിശദമായ ചർച്ചയ്ക്ക് വിധേയമായി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ആരോപണ വിധേയനായ ശശി തരൂരിനെതിരെയുള്ള തെളിവുകൾ സഹിതം ഒരുപക്ഷെ ഈ സുപ്രീം കോടതി അഭിഭാഷകൻ രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്തരം ഒരു ആരോപണം അദ്ദേഹം കൊണ്ടുവരാൻ സാധ്യതയില്ല. അപ്പോൾ ശശി തരൂരിന് വേണ്ടി ആരൊക്കെയാണോ അദ്ദേഹത്തെ സഹായിക്കാൻ രംഗത്തുണ്ടായിരുന്നത് അതിനെയൊക്കെ തകർത്തുകൊണ്ട് ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള തെളിവുകളുമായി രംഗത്ത് വരാൻ സാധിച്ചാൽ അത് ശശി തരൂർ എന്ന് പറയുന്ന ഒരു വടവൃക്ഷത്തിന്റെ മേൽ വീഴുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നിരവധി ആരോപണങ്ങൾക്ക് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം ആരോപണങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ വലിയ മലകളെയും മഹാമനുഷ്യരെയും ദൂരെ നിന്ന് മാറി നോക്കണമെന്നാണ് നമ്മളോട് പറയാറുള്ളത്. സാധാരണ സമൂഹം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മാമലകളെയും മഹാമനുഷ്യരെയും മാറി നിന്ന് നോക്കിക്കാണുന്ന ചരിത്രമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു മഹാമനുഷ്യനായിട്ടാണ് ശശി തരൂര് നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത് ചെല്ലും തോറും ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ എന്ന് സമൂഹം തിരിച്ചറിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചലനം വലുതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, വാക്കുകളുടെ മാന്ത്രികൻ, വിശ്വപൗരൻ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വോട്ടർമാരും പ്രത്യേകിച്ച് ഒരു വികസനവും തിരുവനന്തപുരത്തിന് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ പോലും അത് വിശ്വസിച്ചാണ് വിജയിപ്പിച്ച് വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായിരിക്കണം. ഇത് മാത്രമല്ല, നിരവധി വിഷയങ്ങളുണ്ട്. വോട്ടർമാർ തന്നെ നിങ്ങൾക്ക് ഇനി വോട്ട് തരില്ല എന്നൊക്കെ തരൂരിനോട് നേരിട്ട് പറയുന്ന ദൃശ്യങ്ങൾ വരെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സിന്ധുമോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.